കുവൈറ്റിലെ എണ്ണ ശുദ്ധീകരണശാല ആക്രമിച്ച് ഇറാൻ. പ്രദേശത്ത് വൻ തീപിടുത്തം. ബഹ്റൈനിലെ ആമസോൺ ഡാറ്റാ സെന്ററും തകർത്തു. F-35 വിമാനം വെടിവെച്ചിട്ടെന്ന് IRGC. ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്നാവശ്യപ്പെട്ട് ബഹ്റൈന്റെ പ്രമേയം. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങളിൽ പങ്കാളിയാകില്ലെന്ന് ഇന്ത്യ. ആക്രമണം കടുപ്പിച്ച് US. ഇറാനിലെ ഏറ്റവും നീളം കൂടിയ പാലം തകർത്തു. ഊർജ്ജ നിലയങ്ങൾ തകർക്കുമെന്ന ഭീഷണിയുമായി ട്രംപ്. US-ഉമായി ഉടൻ ധാരണയിലെത്തണമെന്നും മുന്നറിയിപ്പ്. ലൈംഗികാതിക്രമ കേസിൽ രഞ്ജിത്തിനെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങും. കൂടുതൽ തെളിവ് ശേഖരണത്തിന് പോലീസ്. സിനിമാ സെറ്റിലുള്ളവരുടെ മൊഴിയെടുത്തു തുടങ്ങി. പീഠാനുഭവത്തിന്റെ സ്മരണ പുതുക്കി ഇന്ന് ദുഃഖവെള്ളി. കുരിശിന്റെ വഴിയുടെ ഭാഗമായി വിശ്വാസികൾ. ക്രൈസ്തവ പുരോഹിതർക്കും വിശ്വാസികൾക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങൾ ഒറ്റപ്പെട്ടതല്ലെന്ന് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ്. യുദ്ധഭീതിയിൽ ദുബായിൽ ചടങ്ങുകൾ ഓൺലൈനായി. CPM-നെ തിരിഞ്ഞുകൊത്തി പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദം. സ്ഥാനാർത്ഥി TP രാമകൃഷ്ണന് ഡെപ്യൂട്ടി കളക്ടറുടെ നോട്ടീസ്. അനൗൺസ്മെന്റ് മാതൃക പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമെന്ന പരാതിയുമായി UDF. രമേശ് പിഷാരടിയെ തടഞ്ഞ BJP പ്രവർത്തകർക്കെതിരെ കേസ്. കേരളം വിധി എഴുതാൻ ഇനി 6 നാൾ. പ്രചാരണം അവസാന ലാപ്പിലേക്ക്. മുഖ്യമന്ത്രി ഇന്ന് കണ്ണൂരിൽ. പ്രധാനമന്ത്രി നാളെ കേരളത്തിൽ. നേമത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ LDF ശ്രമിക്കുന്നുവെന്ന് BJP കൗൺസിലർമാരുടെ വാർഡുകളിൽ വെള്ളം തടയുന്നുവെന്ന് ആരോപണം. കണ്ണൂരിൽ CPM നേതാവിന്റെ ഭാര്യയെ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടറായി നിയമിച്ചതിനെതിരെ കോൺഗ്രസ്. പയ്യന്നൂരിലെ വ്യാജ കാർഡ് ആരോപണത്തിൽ KC വേണുഗോപാലിന് CPM-ന്റെ വക്കീൽ നോട്ടീസ്. SDPIയുടെ വോട്ട് സ്വീകരിക്കുന്നത് അവരെ മാനസാന്തരപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയെന്ന് AK ബാലൻ. എല്ലാ വർഗീയ ശക്തികളുടെയും കാര്യത്തിൽ ഇതാണ് നിലപാടെന്നും ബാലൻ ന്യൂസ് 18നോട്. എതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ മാനസാന്തരം വരുത്തുന്നതിനും മതനിരപേക്ഷ ബോധം മനസ്സിലേക്ക് എത്തിക്കുന്നതിനും നിരന്തരമായിട്ട് ഞങ്ങൾ ഇടപെടും. അവരെ ഒഴിവാക്കിക്കൊണ്ടല്ല. AK ബാലിനെ പരിഹസിച്ച് മുനീർ. ജമാഅത്തെ ഇസ്ലാമിയെ നന്നാക്കിയിട്ട് എന്താ എന്ന് MK മുനീറിന്റെ ചോദ്യം. ചെറിയ കുറ്റങ്ങൾക്ക് ഇനി ക്രിമിനൽ കേസില്ല. ജനവിശ്വാസ് ബില്ലുമായി കേന്ദ്രം 1000 കുറ്റങ്ങൾ ഇല്ലാതായി. 5 കോടി കേസുകളും തീരും. വിമാനമേകാൻ INS അരിധമൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആണവ അന്തർവാഹിനി ഇന്ന് കമ്മീഷൻ ചെയ്യും. സമുദ്രശക്തിയുടെ അടയാളമാകുക ദീർഘദൂര മിസൈൽ ശേഷിയുള്ള അന്തർവാഹിനി. പാർലമെന്റിന്റെ പ്രത്യേക സിറ്റിംഗിലും FCRA നിയമ ഭേദഗതി അവതരിപ്പിക്കില്ല. നിലപാട് അറിയിച്ച് സർക്കാർ. വനിതാ സംവരണ ബില്ല് വരും. 2029 മുതൽ നടപ്പിലാക്കും.